ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മളുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പിന്നണി ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ശരത്, പ്ലേബാക്ക് സിംഗർ ശ്രീ MG ശ്രീകുമാർ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ പാനൽ കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഹാൻസം ബാല. ഫൈനൽ റൗണ്ടിന് തുടക്കമിടുന്നു ഡ്യുവറ്റ് വിത്ത് പ്ലേബാക്ക് സിംഗർ റൗണ്ടർ ശ്രീനാഥ്. ശ്രീയുടെ പെർഫോമൻസിലേക്ക് കടത്തുന്നതിന് മുമ്പ് ശ്രീയും ശ്രീന്റെ ഗുരുക്കന്മാരുടെയും കൂടുതൽ ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഈ ഗുരുസന്നിധി. ഈ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സാറ്. നമ്മുടെ ശ്രീനാഥിന്റെ ഗുരുവാണ്. ശ്രീനാഥിന്റെ മാത്രമല്ല, ശ്രീനാഥിന്റെ അച്ഛന്റെയും കൂടി ഗുരുവാണ്. ഓ, അച്ഛന്റെ ഗുരു. ഒരു തലമുറ അപ്പുറത്തേക്ക് രണ്ടാളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രീനാഥിനെ ക്ലാസ്സിലല്ല, ശ്രീനാഥ് എന്റെ സഹധർമ്മിണി അവിടെ സംഗീത അധ്യാപികയായിരുന്നു. ലൈല ടീച്ചറെ പറയും, പത്തിരിപ്പാല സ്കൂളില്. അവിടെയാണ് ശ്രീനാഥ് പഠിച്ചിട്ടുള്ളത്. അപ്പോ അവരാണ് 3 കൊല്ലം സംഗീതം ഒപ്പം നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുവരും പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ട്യൂൺ ചെയ്ത ലൈറ്റ് മ്യൂസിക് പലതും ഉണ്ടാവും. അത് പാടാൻ പറഞ്ഞു കൊടുക്കും, അത് പാടും. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയണ പോലെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. എന്റെ വയറ്റുപഴപ്പ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. സംഗീതം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ചെമ്പയുടെ ശിഷ്യനാണ് ഞാൻ. പിന്നെ മറ്റേ സിനിമയിൽ ദേവരാജൻ മാസ്റ്ററുടെയും ശിഷ്യനാണ്. സിനിമയിൽ ഞാനൊരു രാധികാ കൃഷ്ണ ഒരു പാട്ടുപാടി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മോഹിനിയാട്ടം സിനിമയിൽ ദേവരാജൻ മാസ്റ്റർ ഡയറക്ട് ചെയ്തതാണ്. സബ്ജക്ട് ഞാൻ TTAയിൽ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. ശ്രീനാഥ് ഇപ്പം സ്റ്റാർ സിംഗർ സീസൺ 4 ടോപ്പ് 10 കണ്ടസ്റ്റന്റ് ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതെ, ഭയങ്കര ഇഷ്ടമാണ്, ജനങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ലൊരു വിജയ് ഫാനാണെന്ന് പറയുന്നുണ്ട്. അതെ, അതായത് ഇപ്പോ പഴയ കാലത്ത് തമിഴ് സിനിമ എന്നൊക്കെ പറഞ്ഞ ആക്ടിങ്ങും പാട്ടും ഉണ്ടെങ്കിലാണ് അവർക്ക് ചാൻസ് ഉള്ളൂ. പിന്നെയാണല്ലോ പ്ലേ ബാക്ക് വന്നത്. ഇപ്പോ ഇവിടെ വരുന്ന എല്ലാ കലാകാരന്മാരും സകല കലാവല്ലഭകളും വല്ലഭന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഏത് ടൈപ്പ് പാട്ട് പാടുന്നുണ്ട്, ക്ലാസിക്കൽ, വെസ്റ്റേൺ, അടിപൊളി, എന്ത് വേണമെങ്കിൽ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കഴിവ് തന്നെയാണ്, സംശയമില്ല. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാമൂർത്തി സ്വാമി എന്റെ വളരെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ്. ദക്ഷിണാമൂർത്തി ഡയറക്ടർ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. പാലക്കാട്ടായിരുന്നു അദ്ദേഹം. ഒരുപാട് ഫംഗ്ഷൻ ഞങ്ങൾ ഒന്നിച്ചു പോവും. അപ്പൊ അദ്ദേഹം ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ശ്രീനാഥിന്റെ പാട്ട് ജഡ്ജായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മ്യൂസിക് കോമ്പറ്റീഷൻ. അന്ന് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നുള്ള പാട്ടാണ് അദ്ദേഹം സ്വാമി ഡയറക്ട് ചെയ്തിട്ടുള്ള പാട്ട്. അപ്പൊ സ്വാമി അത് കഴിഞ്ഞ് കാറിൽ വരുമ്പോൾ എന്നോട് പറയുണ്ടായി, ഈ പാട്ട് പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. എല്ലാവരും പാടുന്നുണ്ട്, പാടുമ്പോൾ തെറ്റൊന്നുമില്ല, കാമ്പോജി രാഗവും അതിന്റെ രാഗമാലികയൊക്കെ കറക്റ്റായി വരിക്കുന്നു. പക്ഷെ ശ്രീനാഥ് പറഞ്ഞുള്ള ഈ കുട്ടി പാടിയപ്പോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യൻ പാടിയപ്പോ, ഞാൻ എന്ത് ജീവൻ അതിന് കൊടുക്കാൻ ഉദ്ദേശിച്ചോ അത് എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടി. അത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഒരു ഓസ്കാർ അവാർഡ് പോലെയൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ശ്രീനാഥിന് ശിഷ്യൻ നല്ല നിലയ്ക്ക് ഞാൻ പറയാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും അത് ഒന്ന് പാടാം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. അപ്പം അതിന് ശ്രീനാഥ് പാടിയിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട കുറെ സോങ്ങുകൾ ഉണ്ടാവും. അതിൽ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടണം. അപ്പൊ അതിലൊരു നല്ല സോങ് സാറ് കണ്ടതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട നല്ലൊരു സോങ് പറയാം. ഒരു പല്ലവി മാത്രം പാടാം. ഈശ്വരൻ ഒരിക്കൽ, ഈശ്വരൻ മനുഷ്യനായി അവതരിക്കും. അതെനിക്ക് അത്ര ഓർമ്മയുള്ളൂ. മറ്റേതൊക്കെ 2 വരി ഓർമ്മയുണ്ടല്ലാണ്ട്. സ്റ്റാർ സിംഗറിൽ പാടിയതായിരുന്നു. എന്നോട് ശ്രീനാഥ് ചോദിക്കണ്ടായി ഏതാണ് വേണ്ടത് ദക്ഷിണാമൂർത്തി റൗണ്ടിൽ വെച്ചപ്പോ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഒരു 10-15 പാട്ട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ഈ മുഖാരി രാഗത്തിലെ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പാടിയാൽ നന്നായിരിക്കും തോന്നുന്നു. അതിലും നല്ല പാട്ടുണ്ടെങ്കിൽ എടുത്തോളൂ പറഞ്ഞു. ശ്രീനാഥ് സെലക്ട് ചെയ്ത് വളരെ നന്നായി പാടി ഞാൻ കഴിയണേ. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും
കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു. ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ക്ലാപ്പ് 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 ക്ലാപ്പ്. വളരെ സന്തോഷം. സാറിന്റെ സമയത്തിന്റെ വിലപ്പെട്ടൊരു ഭാഗം ഞങ്ങളുടെ കൂടെ ഏഷ്യാനെറ്റിന്റെ കൂടെയും ചെലവഴിച്ചത് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. സന്തോഷം. താങ്ക് യു. താങ്ക് യു. Let's welcome Shri on stage. ശ്രീന്റെ ലാസ്റ്റ് റൗണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പ്ലേബാക്ക് സിംഗർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 നമ്മുടെ ഇന്നത്തെ ഡ്യുവറ്റ് വിത്ത് പ്ലേബാക്ക് സിംഗർ റൗണ്ടിൽ ശ്രീയുടെ കൂടെ പാടാൻ എത്തുന്നത് വളരെ ടാലന്റഡ് ആയ ഒരു പ്ലേബാക്ക് സിംഗർ ആണ്. ഇൻഫാക്ട് 2004 സസ്നേഹം സുമിത്രയിലെ എന്റെ നീ കണ്ണ എന്ന പാട്ടിന് വേണ്ടി ബെസ്റ്റ് ഫീമെയിൽ സിംഗറിനുള്ള സ്റ്റേറ്റ് അവാർഡ് ഈ സിംഗറിനാണ് ലഭിച്ചത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കുറെ നല്ല പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഈ സിംഗറിന് ലഭിച്ചിട്ടുണ്ട്. ചാഞ്ചാടിയാടി, കണ്ണിൻ വാതിൽ ചാരാതെ, ദീനദയാലോ, ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ റീസെന്റ്ലി ഇറങ്ങിയ സുപഹിറ്റായ ഋതുവിലെ പുലരുമോ, സോ മെനി സോങ്സ്. ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം ടു ദ ഷോ ദ ലവ്ലി ഗായത്രി. ഹായ് യുവേഴ്സ്, അടുത്ത എന്റെ ഡുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ്. ഗായത്രി ചേച്ചിയൊപ്പാണ് ഞാൻ പാടുന്നത്. അപ്പു എന്ന സിനിമയിലെ ഒരിക്കൽ നീ ചിരിച്ചാൽ എന്ന പാട്ടാണ്. എവ്രിബഡി എൻജോയ്. എന്തേ നീ കണ്ണ് എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. ഹായ് ഗായത്രി ആൻഡ് വെൽക്കം ടു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4. താങ്ക് യു രഞ്ജിനി. തീർച്ചയായിട്ടും ശ്രീക്ക് വളരെ നല്ലൊരു സപ്പോർട്ടിംഗ് സിംഗറിനെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നോക്കി, ശ്രീ അസലായി പാടുന്നുണ്ട്. ഈസ് വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം അല്ലേ എങ്ങനെ പോകും. ഞാൻ നേരെയാവോ നോക്കാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. അറ്റ്ലീസ്റ്റ് പ്ലേബാക്ക് സിംഗേഴ്സ് ഇവിടെ ഈ കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് തിങ്. സോ ഓൾ സെറ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളെ. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവേ. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ. പുളകമെഴുതിക്കഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുമെന്നെന്നു മകളെയായാലും എന്റെ മിഴികൾ. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകമെഴുതിക്കഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുമെന്നെന്നു മകളെയായാലും എന്റെ മൊഴികൾ. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൽ പൂക്കാലം സ്വപ്നങ്ങൾക്കു കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൽ പൂക്കാലം സ്വപ്നങ്ങൾക്കു കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും
പൗർണമികൾ എന്നോമലാളി. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ. എൻ പൊൻകിനാവേ എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ.